ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു വരികയാണ്. അവിടുന്ന് സലാം പറഞ്ഞു, അവിടുന്ന് സലാം പറഞ്ഞു. വീടിന്റെ അകത്തേക്ക് കടന്നു വന്നപ്പോ റസൂലുള്ള ചോദിക്കുന്നു, ഉമറേ, എല്ലാവരും ആയിഷയെ കുറിച്ചാണ് പറയുന്നത്. ആയിഷ ബീബി തെറ്റുകാരിയാണെന്ന് എല്ലാവരും പറയുന്നു. ഉമറേ, നിന്റെ അഭിപ്രായം എന്താണ് ഉമറേ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ചോദിക്കുകയാ, നിന്റെ അഭിപ്രായം എന്താണ് ഉമറേ? ആയിഷ അങ്ങനെ ചെയ്യുമോ? ആയിഷ എങ്ങനെ ചെയ്യുമോ? യാ റസൂലല്ലാഹ്, ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല നബിയേ. ലോകത്തിന് ആരൊക്കെ പറഞ്ഞാലും അങ്ങയുടെ ഭാര്യയായ ആയിഷ ബീബി തെറ്റ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, എന്തേ ഉമറേ അങ്ങനെ പറയാനുള്ള കാരണം എന്താ? തെളിവുകൾ മുഴുവനും ആയിഷയ്ക്ക് എതിരല്ലേ? എല്ലാവരും ആയിഷയ്ക്ക് എതിരല്ലേ? പിന്നെ നീ മാത്രം ഇങ്ങനെ ഉറപ്പിച്ചു പറയാനുള്ള കാരണം എന്താ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിക്കുന്നു, നബിയേ, എല്ലാവരുടെ ശരീരത്തിലും ഈച്ച വന്നിരിക്കുമല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല. ആയിഷ ബീവി അങ്ങനെ ചെയ്യില്ല. ആയിഷ ബീവി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. കാരണം തെളിവുകളൊക്കെ എതിരല്ലേ ഉമറെ? പിന്നെന്താ ഇങ്ങനെ പറയണേ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പറഞ്ഞതെന്നറിയോ? ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എല്ലാവരുടെ ശരീരത്തിലും ഈച്ച വന്നിരിക്കും, നിങ്ങളുടെ ശരീരത്തിൽ ഇതുവരെ ഈച്ച വന്നിരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ നബിയേ. അങ്ങയുടെ ശരീരത്തിൽ ഈച്ച വന്നിരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമറേ, ഈച്ച ശുദ്ധിയുള്ള സ്ഥലത്തും നജസുള്ള സ്ഥലത്തും പോയിരിക്കുന്നതാണ്. ഈച്ച എന്ന് പറയുന്ന പ്രാണി ഉണ്ടല്ലോ, അത് നല്ല സ്ഥലത്തും മോശമായ സ്ഥലങ്ങളിലും പോയിരിക്കാറുണ്ട്. അങ്ങനെ മോശമായ സ്ഥലത്ത് പോയിരിക്കുന്ന, നജസിൽ പോയിരിക്കുന്ന ഈച്ച എന്റെ ശരീരത്ത് വന്നിരിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല ഉമറേ. അതുകൊണ്ട് എന്റെ ശരീരത്ത് ഈച്ച ഇരിക്കാറില്ല. അല്ലാഹു ഈച്ചയെ തടഞ്ഞിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നജസിൽ പോയിരിക്കുന്ന ഈച്ച പോലും മുത്തുനബിയുടെ ശരീരത്തിൽ വന്നിരിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഈച്ചയോട് അല്ലാഹു നിരോധനം കൊടുത്തു. മുത്തുനബിയുടെ ശരീരത്തിൽ ഇരിക്കാൻ പാടില്ല. അങ്ങനെ അല്ലാഹു ഈച്ചയെ പോലും തടഞ്ഞിട്ടുണ്ടെങ്കിൽ യാ റസൂലല്ലാഹ്, പിന്നെ അങ്ങക്ക് അല്ലാഹു തന്ന ഭാര്യ എങ്ങനെയാ മോശക്കാരിയാകുന്നത്? ഒരു ഈച്ച ഇരിക്കുന്നത് പോലും, നജസിൽപ്പെട്ട ഒരു ഈച്ച അങ്ങയുടെ ശരീരത്തിരിക്കുന്നത് പോലും അല്ലാഹു തടഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു അങ്ങക്ക് തന്ന ഭാര്യ വ്യഭിചരിക്കുമോ നബിയേ? തെറ്റ് ചെയ്യുമോ നബിയേ? അതുകൊണ്ട് ഒരിക്കലും ഞാൻ അത് വിശ്വസിക്കില്ല നബിയേ. അല്ലാഹു അങ്ങയെ ശുദ്ധിയാക്കിയിരിക്കുകയാണ്. ഒരു ഈച്ച പോലും അങ്ങയുടെ ശരീരത്തിൽ ഇരിക്കാറില്ല. പിന്നെ ഈ നാട്ടുകാര് ആയിഷ ബീബി പാപം ചെയ്തെന്ന് പറഞ്ഞ ഒരിക്കലും ഈ ഉമർ വിശ്വസിക്കില്ല നബിയേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇറങ്ങി പോവുകയാ. റസൂലുള്ളാഹിക്ക് സമാധാനമായി, മുത്തുനബിക്ക് സമാധാനമായി. ആരാ വരുന്നത്? രണ്ടാമത് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഒരാളോടും പ്രവാചകന് മിണ്ടുന്നില്ല. മുത്തുനബിക്ക് വല്ലാത്ത വിഷമമാണ്. വീടിന്റെ അകത്തിരിക്കുകയാണ്. ഉസ്മാൻ തങ്ങൾ കടന്നു വന്നു. അവിടന്ന് സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന, ഉസ്മാനേ, മുത്തുനബിയുടെ രണ്ട് പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുത്തല്ലോ. ആ മരുമകനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന, ഉസ്മാൻ, എല്ലാവരും ആയിഷയ്ക്ക് എതിരാണ്, തെളിവുകളും എതിരാണ്. നിന്റെ അഭിപ്രായം എന്താണ് ഉസ്മാൻ? എന്റെ ആയിഷയെ കുറിച്ച് നിനക്ക് എന്തേ പറയാനുള്ളത്? യാ റസൂലല്ലാഹ്, ഒരിക്കൽ
ഒരിക്കലും ആയിഷ എങ്ങനെ ചെയ്യില്ല നബിയേ. ആയിഷ ബീവി തെറ്റ് ചെയ്യില്ല. അള്ളാന്റെ റസൂൽ ചോദിച്ചു കാരണമെന്തേ? സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അവിടെന്ന് ചോദിച്ചു കാരണമെന്തേ? മഹദിയായ ആയിഷ ബീവി എങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയാനുള്ള കാരണമെന്താ? ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അള്ളാന്റെ ഖുർആൻ പറയുകയാണ്, വലാ തഖ്റബുസ് സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. അള്ളാന്റെ ഖുർആനിലെ ആയത്താണ്, അള്ളാന്റെ ഖുർആനിലെ ആയത്താണ്. വ്യഭിചാരമെന്ന് പറയുന്നത് വളരെ മോശമായ കാര്യമാണ്. എന്നിട്ട് ഉസ്മാൻ തങ്ങൾ പറയുകയാ, അള്ളാഹ് പറഞ്ഞത് എന്തെന്നറിയുമോ? വ്യഭിചരിക്കുന്നവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് വസാഅ സബീലാ. ആ കുടുംബം നിലവാരമില്ലാത്ത കുടുംബമാണെന്നാ ഖുർആൻ പറഞ്ഞത്. ക്വാളിറ്റി കുറഞ്ഞ കുടുംബമാണ്. വ്യഭിചരിക്കുന്ന ഒരു കുടുംബമുണ്ടല്ലോ, ആ കുടുംബത്തിന്റെ ക്വാളിറ്റി കുറവാണെന്ന് അള്ളയാ പറഞ്ഞത്. വലാ തഖ്റബുസ് സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. അത് ക്വാളിറ്റി ഇല്ലാത്ത കുടുംബത്തിൽ പിറന്നവരെ അങ്ങനെ ചെയ്യൂ. അള്ളാഹുവിന്റെ റസൂലിനോട് ഉസ്മാൻ തങ്ങളെ ചോദിക്കുന്നു, നബിയേ, ഒരു ക്വാളിറ്റി ഇല്ലാത്ത പെണ്ണിനെ അള്ളാഹു നിങ്ങൾക്ക് ഭാര്യയാക്കി തരുമോ? ആയിഷ ബീവിയെ കല്യാണം കഴിക്കാൻ പറഞ്ഞതാരാ? അള്ളയല്ലേ നബിയെ പറഞ്ഞത്. അങ്ങ് തോന്നിയിട്ട് കെട്ടിയതല്ലല്ലോ, അബൂബക്കർ തങ്ങളെ കെട്ടിച്ചതെന്നതല്ലല്ലോ. അതാ 7 ആകാശം കടന്ന് അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിന്ന് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറഞ്ഞു തന്നതല്ലേ, ആയിഷ ബീവിയെ വിവാഹം കഴിക്കാൻ അള്ളാഹുവല്ലേ പറഞ്ഞത്. അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു പെണ്ണ് ഇങ്ങനത്തെ തെറ്റ് ചെയ്യുവോ നബിയെ? ഇങ്ങനത്തെ പാപം ചെയ്യുവോ നബിയെ? അതുകൊണ്ട് വസാഅ സബീലാ. ക്വാളിറ്റി ഇല്ലാത്ത കുടുംബത്തിലെ പെണ്ണല്ല ആയിഷ. അള്ളാഹു നിങ്ങൾക്ക് തന്ന പെണ്ണ് ഒരിക്കലും തെറ്റ് ചെയ്യില്ല നബിയേ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഒന്നാമത് വന്ന സഹാബി പറഞ്ഞെന്താ? എല്ലാവരുടെ ശരീരത്തിൽ ഈച്ച വന്നിരിക്കും. ഇരിക്കൂലേ? പിന്നെന്താ മടി? ഇപ്പൊ നോക്കിയാ ചില പാട്ടി ഓടിക്കാം. നമ്മുടെ എല്ലാവരുടെ ശരീരത്തിലും ഈച്ച വന്നിരിക്കും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ ഈച്ച വന്നിരിക്കാറില്ല. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് നജസിലും ഇരിക്കും, നല്ല സ്ഥലത്തും ഇരിക്കും. അപ്പൊ നജസിലൊക്കെ ഇരിക്കുന്ന ഈച്ച വന്ന് എന്റെ ശരീരത്തിൽ ഇരിക്കുന്നത് അള്ളാഹിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഇരിക്കരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരു ഈച്ചയെ പോലും പ്രവാചകന്റെ ശരീരത്ത് വന്നിരിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ലെങ്കിൽ അങ്ങ് കെട്ടിയ പെണ്ണിത് ചെയ്യുവോ നബിയെ? ഞാൻ വിശ്വസിക്കൂല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഞാൻ വിശ്വസിക്കില്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചപ്പോൾ ഉസ്മാൻ തങ്ങൾ പറഞ്ഞത്, അള്ളാഹ് പറഞ്ഞല്ലോ, അള്ളയാണല്ലോ പറഞ്ഞത് വസാഅ സബീല. ഇങ്ങനെ നടക്കുന്ന ആൾക്കാർക്ക് ക്വാളിറ്റി കുറവാ അല്ലേ? അവരുടെ കുടുംബത്തിൽ അത്ര നല്ല പാരമ്പര്യമൊന്നും കാണത്തില്ലല്ലോ. അപ്പൊ അങ്ങളല്ല കെട്ടിയത്, അള്ള പറഞ്ഞിട്ടല്ലേ ആയിഷ ബീവിയെ കല്യാണം കഴിച്ച്. അപ്പൊ അള്ള ഇങ്ങനെ ക്വാളിറ്റി ഇല്ലാത്തൊരു പെണ്ണിനെ നിങ്ങൾക്ക് കെട്ടിച്ചു തരുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഒരിക്കലും ആയിഷ ബീവി അങ്ങനെ ചെയ്യില്ലെന്ന് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു. മൂന്നാമതായി കടന്നു വന്നതാരാ? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട മരുമകൻ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മരുമകൻ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവാണ് വീട്ടിലേക്ക് കടന്നു വരുന്നത്. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, അലിയേ, നിന്റെ അഭിപ്രായം എന്താണ്? ആയിഷ ബീവിയെ കുറിച്ച് നിനക്കെന്തേ പറയാനുള്ളത്? ആയിഷ ബീവി തെറ്റ് ചെയ്തെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല നബിയേ, ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല നബിയേ. കാരണം എന്തേ അലിയേ? കാരണം എന്തേ അലിയേ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ
പെട്ടെന്ന് ചെരുപ്പൂരിയിട്ട് മാറ്റിയിടുകയാണ്. പെട്ടെന്ന് കാലിൽ കിടന്ന ചെരുപ്പെടുത്ത് വെളിയിൽ കൊണ്ടുവന്നിടുകയാണ്. അലിയാർ തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയെ പെട്ടെന്ന് ചെരുപ്പെടുത്ത് വെളിയിൽ കൊണ്ടിട്ടത്? എന്തുകൊണ്ടാണ് കാലിൽ കിടന്ന ചെരുപ്പെടുത്ത് വെളിയിൽ കൊണ്ടുപോയിട്ടത്? അള്ളാന്റെ റസൂല് പറഞ്ഞു, അലിയേ, മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ അടിയിൽ നജസിരിപ്പുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിന്റെ അടിയിൽ കാലിലിട്ടിരിക്കുന്ന ചെരുപ്പുണ്ടല്ലോ, ആ ചെരുപ്പിന്റെ അടിയിൽ നജസുണ്ട്, അത് വെളിയിൽ കൊണ്ടുപോയിട് നബിയേ എന്ന് ജിബ്രീൽ വന്ന് പറഞ്ഞത് കാരണമാണ് ഞാൻ ചെരുപ്പെടുത്ത് വെളിയിലിട്ടതെന്ന് മുത്തുനബി പറയുമ്പോ അലിയാർ തങ്ങൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ അടിയിലിരിക്കുന്ന നജസ് പോലും അള്ളാന്റെ മലക്കുകൾ വന്ന് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ, അങ്ങയുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ അടിയിലിരിക്കുന്ന നജസ് പോലും അള്ളാഹുവിന് ഇഷ്ടമില്ലെങ്കിൽ, യാ റസൂലല്ലാഹ്, അങ്ങയുടെ അള്ളാഹു അങ്ങയ്ക്ക് തന്ന ഭാര്യ വ്യഭിചരിക്കുവോ നബിയേ? പാപം ചെയ്യുവോ നബിയേ? തെറ്റുകാരിയാകുമോ നബിയേ? ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുമ്പോ മുത്തുനബി ആരാണെന്ന് പഠിച്ചോ, അല്ലാഹുവിന്റെ റസൂൽ ആരാണെന്ന് പഠിച്ചോ. സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന പുത്തൻവാദികളോട് അല്ലാഹുവിന്റെ റസൂൽ ആരെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ, ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം വളരെ ക്ഷീണത്തോടുകൂടി ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ, ഉമ്മു സുലൈമിന്റെ വീട്ടിലേക്ക് മുത്തുനബി കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടല്ലോ, ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു വരികയാ. പ്രവാചകന് വല്ലാത്ത ക്ഷീണത്തിലാണ്. അത് കണ്ട ഉടനെ അവിടെ നിന്ന് കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകന് കിടന്നുറങ്ങാനുള്ള വിരിപ്പ് വിരിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് കിടന്നുറങ്ങാൻ അവിടെ നിന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് വിരിപ്പ് തയ്യാറാക്കി കൊടുക്കുകയാണ്. പടച്ച റബ്ബേ, ലോകത്തിന്റെ നേതാവ് കിടക്കുകയാണ്. വല്ലാത്ത ക്ഷീണമാണല്ലോ. മുത്തുനബി അവിടെ കിടന്നുറങ്ങുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ കിടന്നു ഉറങ്ങുകയാണ്. ആരാണെന്ന് പഠിക്കോ മനുഷ്യ, കരളിന്റെ കഷ്ടം ആരാണെന്ന് പഠിക്കോ, നമ്മുടെ മുത്തുനബിയുടെ മഹത്വം എന്തെന്ന് പഠിക്കോ, ആ പ്രവാചകൻ ആരായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കൂ. റസൂലുള്ളാഹി തങ്ങൾ കിടന്നുറങ്ങുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അവിടെ അടുത്തു പോയിരിക്കുകയാണ്. വല്ലാതെ ഉറങ്ങിക്കിടക്കുന്ന പ്രവാചകനുണ്ടല്ലോ. ഫസ്തൈഖല റസൂലുള്ളാഹ്, മുത്തുനബി ഞെട്ടിയങ്ങുണരുകയാണ്. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഞെട്ടി ഉണരുമ്പോ അല്ലാഹ് കാണുന്ന കാഴ്ച എന്തെന്നറിയോ? ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ ഒരു കുപ്പി എടുത്തുകൊണ്ട് മുത്തുനബിയുടെ ചാരത്തിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ഇരിക്കുകയാണ്. റസൂലുള്ളാഹി ഞെട്ടി ഉണർന്നിട്ട് ചോദിക്കുകയാ, എന്ത് ചെയ്യുകയാ? അവിടെ നിന്ന് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, മാദാക തസ്തഈനു യാ ഉമ്മു സുലൈം. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിയുടെ മുന്നിൽ കുപ്പിയും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി ചോദിക്കുന്നു, നീ എന്ത് ചെയ്യുകയാ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ താഴേക്ക് വീഴുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അതിങ്ങനെ കുപ്പിയിൽ ശേഖരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന ആ വിയർപ്പ് തുള്ളികൾ ഉണ്ടല്ലോ, അതിങ്ങനെ കുപ്പിക്കകത്ത് ഇങ്ങനെ
നിറച്ചുകൊണ്ടിരിക്കുകയാ. മുത്തുനബി ചോദിക്കുന്നു, ഉമ്മു സുലൈ, നീ എന്താ ചെയ്യുന്നത്? നീ എന്താണ് കാണിക്കുന്നത്? അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? യർജൂക. അവിടെന്ന് പറയുകയാ, യർജൂ ബർക്കതക യാ റസൂലല്ലാഹ്. ബർക്കത്തെടുക്കുകയാ നബിയേ, ബർക്കത്തെടുക്കുകയാ നബിയേ. മുത്തുനബിയുടെ ശരീരത്തിൽ നിന്ന് താഴെ വീടുന്ന വിയർപ്പ് തുള്ളികൾ അവിടെന്ന് കുപ്പിയിൽ ഇങ്ങനെ നിറയ്ക്കുകയാണ്. അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, ലോകത്തിലെ ഏറ്റവും വലിയ സുഗന്ധം ഇതല്ലേ നബിയേ? ലോകത്തിലെ ഏറ്റവും വലിയ സുഗന്ധം ഈ വിയർപ്പ് തുള്ളികളല്ലേ നബിയേ? ഇതിനേക്കാളും സുഗന്ധമുള്ള എന്താ ഈ പ്രപഞ്ചത്തിലുള്ളത്? അങ്ങയുടെ വിയർപ്പ് തുള്ളിക്ക് എന്തൊരു സുഗന്ധമാണ് നബിയേ. ഞാൻ കേൾക്കുന്നത് ഇതാണ് നബിയേ. ഞാനും എന്റെ കുടുംബവും സുഗന്ധമായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങയുടെ ശരീരത്തിൽ നിന്ന് താഴെ വീടുന്ന വിയർപ്പ് തുള്ളികളാണ് നബിയേ. യർജൂ ബർക്കതക യാ റസൂലല്ലാഹ്. ബർക്കത്തെടുക്കുകയാ നബിയേ. എന്നിട്ട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഹാദാ ദവാഉ സിബിയാൻ. എന്റെ മക്കൾക്ക് രോഗം വന്നാൽ, എന്റെ മക്കൾക്ക് എന്തെങ്കിലും രോഗം വന്നാ അവർക്ക് കൊടുക്കുന്ന മരുന്നാണ് നബിയേ. എന്റെ മക്കൾക്ക് എന്തെങ്കിലും രോഗം വന്നാൽ അവരുടെ രോഗം മാറ്റാൻ എന്റെ മക്കൾക്ക് കൊടുക്കുന്ന മരുന്നേതെന്നറിയോ? എന്റെ മക്കൾക്ക് കൊടുക്കുന്ന മരുന്നേതെന്നറിയോ? യാ റസൂലല്ലാഹ്, അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ഈ വിയർപ്പ് തുള്ളികളാണ് നബിയേ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിന്റെ നേതാവാരെന്ന് മനസ്സിലായോ? അവിടുന്ന് ശരീരത്തിൽ നിന്ന് വീടുന്ന വിയർപ്പ് തുള്ളിക്ക് പോലും വല്ലാത്ത സുഗന്ധമാ. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഔറത്തുണ്ടല്ലോ, ലോകത്തിന്റെ നേതാവിന്റെ ഔറത്തുണ്ടല്ലോ, ലോകത്ത് ഒരു മനുഷ്യനും കണ്ടിട്ടില്ല, ലോകത്ത് ഒരാൾ പോലും കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് കഅബാലയത്തിന്റെ പണി നടക്കുന്ന സമയത്ത് അവിടെ കല്ല് ചുമന്നു കൊണ്ടുവരുമ്പോ, ഇട്ടിരുന്ന വസ്ത്രമൂരി തലയിൽ വെച്ചിട്ട് അവിടെ നിന്ന് കല്ല് ചുമന്നു കൊണ്ടുവരുമ്പോ ആ സമയത്ത് പോലും മുത്തുനബിയുടെ ഔറത്ത് അല്ലാഹു മറച്ചു എന്ന് ചരിത്രം പറയുമ്പോ, റസൂലുള്ളാഹി തങ്ങൾക്ക് 9 ഭാര്യമാരുണ്ടായിരുന്നു, ഒരാൾ പോലും മുത്തുനബിയുടെ ഔറത്ത് കണ്ടിട്ടില്ല. അനസ് തങ്ങൾ പറയുകയാ, പ്രവാചകന് മലമൂത്ര വിസർജനം നടത്തി കഴിഞ്ഞാൽ നമ്മളെ പോലെയല്ല മുത്തുനബി മലമൂത്ര വിസർജനം നടത്തി കഴിഞ്ഞ സുബ്ഹാനല്ലാഹ്, ഭൂമി വിഴുങ്ങുകയാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു ഒരു സംഭവം പറയുകയാ. ഒരിക്കൽ പ്രവാചകൻ മരുഭൂമിയിലൂടെ പോകുമ്പോ അനസ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ സേവകനാണ്, മുത്തുനബിയുടെ ഖാദിമാണ്, 10 വർഷക്കാലം മുത്തുനബിയുടെ കൂടെ ജീവിച്ച സഹാബിയാണ്. അനസ് തങ്ങൾ പറയുകയാണ്, ഒരിക്കൽ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ എന്റെ റസൂലുള്ളാഹ് അവിടുന്ന് പടച്ചവനെ പ്രവാചകന് വിസർജിക്കാൻ സമയമായി, അവിടുന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട ആവശ്യം വന്നു. മരുഭൂമിയാണല്ലോ, ഒരു മറയുമില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ നോക്കുമ്പോ 2 മരങ്ങൾ നിൽക്കുകയാണ്. ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിയ രീതിയിൽ 2 മരങ്ങൾ നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ, ലോകത്തിന്റെ നേതാവ്, ആ മരത്തിന്റെ നേരെ കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇവിടേക്ക് വരാ. സുബ്ഹാനല്ലാഹ്, അതാ ഒരു മനുഷ്യൻ നടന്നു വരുന്നത് പോലെ ആ 2 മരങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് വരികയാ. മുത്തുനബിയുടെ ചാരത്തേക്ക് ആ മരങ്ങൾ നടന്നു വരികയാണ്. പ്രവാചകനും മറയിട്ട് കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ ആ മറയ്ക്കകത്തിരുന്ന് അവിടെ നിന്ന് മലമൂത്ര വിസർജനം നടത്തി കഴിയുമ്പോ മുത്തുനബി അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് തിരിച്ചു പോകാറ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ നിന്ന് സലാം പറഞ്ഞിട്ട് ആ മരങ്ങൾ പഴയ സ്ഥലത്ത്
മാറിപ്പോയി. പഴയതുപോലെ വേരുകൾ ഭൂമിയിലേക്ക് ഇറക്കി, അത് പഴയ അവസ്ഥയിൽ തന്നെ അവിടെ നിൽക്കുകയാ. അനസ് തങ്ങൾ പറയുകയാണ്, മുത്തുനബിയുടെ വിസർജനമുണ്ടല്ലോ, അല്ലാഹുവേ ഭൂമി വിഴുങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. മതിയല്ലോ, ഇത്രയും പോരെ മുത്തുനബിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും കുറഞ്ഞത് ഇത്രയെങ്കിലും അറിവ് നമുക്ക് വേണം. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. 10 മണിയായില്ലേ? ഇൻഷാ അല്ലാഹ് അപ്പം നിർത്താം. 10 മണിയായി ഇൻഷാ അല്ലാഹ്. 1 മണിക്കൂറായില്ലേ ഇപ്പോൾ തുടങ്ങിയിട്ട്? എത്ര മണിക്കൂറായിടേ തുടങ്ങിയിട്ട്? 1 മണിക്കൂറായി. അൽഹംദുലില്ലാ, ഇൻഷാ അല്ലാഹ് മതി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഈ ഇരുത്തം നാളെ അല്ലാഹുവിൻ്റെ മുന്നിൽ മീസാൻ എന്ന ത്രാസിൽ ഭാരം കിട്ടുന്ന ഒരു ഇരുത്തമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ പ്രവാചകനോടുള്ള മഹബത്ത് എപ്പോഴും ഇങ്ങനെ വരണം. സാധാരണ സ്നേഹമൊന്നുമല്ല, കള്ള സ്നേഹമൊന്നുമല്ല. ആ പ്രവാചകനോടുള്ള മഹബത്ത് എങ്ങനെ സ്നേഹിക്കണം? നമ്മൾ കാണിക്കുന്നത് അഭിനയം, ചുമ്മാതെ നമ്മൾ കാണിക്കണ സ്നേഹമൊന്നുമല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോൾ മഹാനായ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു കാണാൻ വളരെ സുന്ദരനായ ചെറുപ്പക്കാരനാണ്, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ് സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നോക്കുമ്പോൾ എല്ലും തോലുമായിരിക്കുകയാണ്, എല്ലും തോലുമായിരിക്കുകയാണ്. ശരീരത്തിന്റെ നിറമൊക്കെ മാറിപ്പോയിരിക്കുന്നു, ശരീരത്തിന്റെ നിറമെല്ലാം മാറിയിരിക്കുകയാണ്. എന്തോ മാരക രോഗം പിടിച്ചതുപോലെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, സഫ്വാനേ നിനക്കെന്ത് പറ്റി സഫ്വാൻ? എല്ലാം തോലുമായിരിക്കുന്നല്ലോ, നിന്റെ പഴയ നിറമൊക്കെ മാറിയിരിക്കുന്നല്ലോ, ഇത്രയും വലിയ ടെൻഷൻ എന്താണ്? നിനക്ക് വല്ല രോഗവുമുണ്ടോ? നിനക്ക് വല്ല പ്രയാസവുമുണ്ടോ? യാ റസൂലല്ലാഹ്, എനിക്കൊരു രോഗവുമില്ല നബിയേ, എനിക്കൊരു രോഗവുമില്ല നബിയേ. പക്ഷേ പിന്നെ ഇങ്ങനെയാകാനുള്ള കാരണമെന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, ടെൻഷനാണ് നബിയേ, ടെൻഷനാണ് നബിയേ. മുത്തുനബി ചോദിച്ചു, എന്തേ ഇത്ര വലിയ ടെൻഷൻ? എന്ത്? യാ റസൂലല്ലാഹ്, അങ്ങയെക്കുറിച്ച് ഓർത്തിട്ടാണ് നബിയേ, അങ്ങയെക്കുറിച്ചുള്ള ചിന്തയാണ് നബിയേ. അവിടെ നിന്ന് പറയുകയാ, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ് നബിയേ. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹുവിന്റെ പ്രവാചകനോട് വല്ലാത്ത സ്നേഹമാണ്. പടച്ചവനെ, ഒരു ചിന്തയേ ഉള്ളൂ, എപ്പോഴും മുത്തുനബിയെ കണ്ടുകൊണ്ടിരിക്കണം, റസൂലുള്ളാഹിന്റെ കൂടെ നടക്കണം, അവിടത്തെ ശറഫാക്കപ്പെട്ട മുഖത്ത് നോക്കിയിരിക്കണം. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാ റസൂലുള്ളാഹിനെ കാണുന്നത് വരെ സമാധാനമില്ല, മുത്തുനബിയെ കാണുന്നത് വരെ സമാധാനമില്ല. വലിയ ടെൻഷനാണ്, വലിയ ടെൻഷനാണ്. പടച്ച റബ്ബേ, ഏറ്റവും വലിയ ടെൻഷൻ എന്തെന്നറിയോ? എന്തായാലും ഒരു ദിവസം നമ്മൾ മരിക്കുമല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന് വഫാത്താകുമല്ലോ, ഞാനും മരണപ്പെടുമല്ലോ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ചെല്ലുമ്പോ റസൂലുള്ളാഹിനെ എനിക്ക് കാണാൻ പറ്റൂലല്ലോ, മുത്തുനബിയുടെ കൂടെ നടക്കാൻ പറ്റില്ലല്ലോ. ഇനി എങ്ങാണം അല്ലാഹു എനിക്ക് സ്വർഗം നൽകിയാൽ, എനിക്ക് അല്ലാഹു സ്വർഗം നൽകിയാൽ, മുത്തുനബി ഏറ്റവും ഉയർന്ന പദവിയിലാണല്ലോ. ഈ പാവപ്പെട്ട സഫ്വാൻ സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പദവിയിലാ. അല്ലാഹുവിന്റെ റസൂലിനെ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ, മുത്തുനബിയോട് എനിക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ. കാരണം പ്രവാചകൻ ഏറ്റവും ഉയർന്ന പദവിയില്, ഞാൻ ഏറ്റവും താഴ്ന്ന പദവിയില്. അത് ഓർത്തിട്ട് കരഞ്ഞതാണ് നബിയേ, അത് ഓർത്തിട്ട് ടെൻഷൻ അടിച്ച് എന്റെ ശരീരം ഇങ്ങനെ ആയി, എന്റെ നിറമൊക്കെ മാറിപ്പോയി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് സഫ്വാൻ തങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ
എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഓതിക്കൊടുക്കുന്നു, അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്ത് വരികയാ, നബിയേ അങ്ങേറ്റവും ഉയർന്ന പദവിയില് ശുഹദാക്കളുടെ കൂടെ, അമ്പിയാക്കന്മാരുടെ കൂടെ ഏറ്റവും ഉയർന്ന പദവിയിലാണല്ലോ. ഞാനങ്ങ് അടിത്തട്ടിലാണല്ലോ, എനിക്ക് കാണാൻ പറ്റില്ലല്ലോ, കൂടെ നടക്കാൻ പറ്റില്ലല്ലോ, അങ്ങയോട് സംസാരിക്കാൻ കഴിയില്ലല്ലോ. അതോർത്തിട്ടാണ് കരയുന്നതെന്ന് പറയുമ്പോ അല്ലാഹ് പറയുകയാ, الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. മുത്തുനബിയെ സ്നേഹിക്കുന്നവര് നിങ്ങൾ സ്വർഗത്തിന്റെ അടിത്തട്ടിലല്ല, നിങ്ങളുടെ സ്വർഗത്തിന്റെ അടിത്തട്ടിലല്ല. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, അവിടുത്തെ കുടുംബമുണ്ടല്ലോ, അവിടുത്തെ ശുഹദാക്കളുണ്ടല്ലോ, അവിടുത്തെ സ്വഹാബത്തുണ്ടല്ലോ, അവിടുത്തെ താബീങ്ങളുണ്ടല്ലോ, അവിടുത്തെ സ്വാലിഹീങ്ങളുണ്ടല്ലോ. നിങ്ങൾക്ക് നാളെ അവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ കഴിയും. നാളെ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിലും മുത്തുനബിയുടെ ചാരത്ത് നടക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ റസൂലുള്ളാഹി പറയുകയാ, നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് നാളെ അവരുടെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബിയുടെ ചിന്തയതാ, പടച്ചവനെ മുത്തിന് ഞാൻ മരിച്ചുപോയി, നാളെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അള്ളാന്റെ റസൂൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത്, ഞാൻ ഏറ്റവും അടിയിൽ, എനിക്ക് അവിടെ പോയാൽ കാണാൻ പറ്റൂലല്ലോ എന്ന് ഓർത്ത് കരഞ്ഞ് 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 എല്ലും തോലുമായി ശരീരത്തിൻ്റെ നിറം പോലും മാറിപ്പോയി. സുബ്ഹാനല്ലാഹ്. നമ്മുടെ നിറവും മാറണ്ട, ശരീരവും സൂക്ഷിക്കണ്ട, വല്ലപ്പോഴും ഒന്ന് ചിന്തിച്ചാലും മതിയായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമുക്ക് ആ ഒരു ചിന്തയെങ്കിലും, എപ്പോഴെങ്കിലും ഒരു ചിന്തയെങ്കിലും എന്തെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ മതിയായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതായിരുന്നു പ്രവാചകനോടുള്ള മഹബ്ബത്ത്. സഹാബത്തിന്റെ ചരിത്രങ്ങൾ പഠിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയാണ് സഹാബത്ത് ഇഷ്ടപ്പെട്ടത്? റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന്റെ വേളയിൽ നമ്മൾ പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാം. ആരാ ഉമർ തങ്ങൾ? ഉമർ തങ്ങളാ പറയുന്നത്. ഊരിപ്പിടിച്ച വാളും കണ്ടിങ്ങനെ നിൽക്ക. ആരാടാ? മുത്തുനബി വഫാത്തായെന്ന് എവനെങ്കിലും പറഞ്ഞ കൊല്ലിഞ്ഞ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായെന്ന് പറഞ്ഞ അവനുള്ള മറുപടി എൻ്റെ വാളാ. ഒരാള് പോലും, ഒരൊറ്റ സഹാബി പോലും അടുത്തു വരാൻ ഭയപ്പെട്ടുകൊണ്ട് നിൽക്കുക. ആ ഒരു അവസ്ഥയിൽ ഇന്ന് ചിന്തിച്ചു നോക്കി, എങ്ങനെ സഹാബത്ത് അരങ്ങും, എങ്ങനെയാ സഹാബത്ത്? മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു, മുത്തുനബിയുടെ തപ്പോഴും മുത്തുനബിയുടെ കൂടെ നടക്കുന്ന സഹാബിയ. ആ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വായിച്ചു നോക്കണം. മുത്തുനബിയുടെ വഫാത്തിന് ശേഷം ബിലാൽ തങ്ങൾ നാട് വിട്ട് തന്നെ പോയി. കാരണം എന്തെന്നറിയോ? മുത്തുനബി ഇല്ലാത്ത മദീന എനിക്ക് വേണ്ട. റസൂലുള്ളാഹി തങ്ങളില്ലാത്ത ഈ മദീനയിൽ ഈ ബിലാൽ എങ്ങനെ ജീവിക്കാനാ? ബിലാൽ റളിയല്ലാഹു തആല അൻഹു നാട് വിട്ടുപോയി. അവസാനം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഭാര്യയും മക്കളുടെ കൂടെ ജീവിക്കുമ്പോൾ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിൽ വന്നിട്ട് ചോദിക്കുന്നു, ബിലാലെ, എന്നെ നീ മറന്നുപോയോ ബിലാലെ? എന്നെ നിനക്ക് കാണണ്ടേ ബിലാലെ? ഇത്ര കാലമായി പോയിട്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ തങ്ങളുടെ സ്വപ്നത്തിൽ വന്നിട്ട് ചോദിക്കുമ്പോൾ മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേറ്റിട്ട്, പടച്ചനെ പിന്നെ സമാധാനമില്ല. ബിലാൽ റളിയല്ലാഹു തആല അൻഹു പിന്നെ സമാധാനമില്ല. നേരം വെളുക്കണം വരെ ക്ഷമിക്കാൻ എല്ലാം വാരിക്കെട്ടി, എനിക്ക് മുത്തുനബിയെ കാണാൻ പോകണം സല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനത്തേക്ക് പോകണം. തൻ്റെ ഭാര്യയോടും മക്കളോടും യാത്ര പറഞ്ഞിട്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു മദീനത്തേക്ക് വന്നു. ബിലാൽ തങ്ങൾ വന്നെന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഓടിക്കൂടി. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് വന്നിട്ട് എല്ലാവരും പറഞ്ഞു, ബിലാൽ തങ്ങളെ ഒന്ന് ബാങ്ക് വിളിക്ക്.
നിങ്ങളൊന്ന് ബാങ്ക് വിളിക്കത് കേൾക്കാനുള്ള കൊതി കൊണ്ടാ. ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ വിളിക്കൂല. പല സ്വഹാബത്തും പറഞ്ഞു വിളിക്കാൻ പറ്റൂല. അവസാനം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തോളത്ത് കിടന്ന് കളിച്ച് ചിരിച്ച് നടന്ന മക്കളാ ഹസനും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ. രണ്ടുപേരും കൂടെ വന്നിട്ട് ബിലാൽ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഒന്ന് വിളിക്ക് തങ്ങളെ. ബിലാൽ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഒന്ന് വിളിക്ക് തങ്ങളെ. ബിലാൽ തങ്ങൾക്ക് പറ്റില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം മുത്തുനബിയുടെ കൊച്ചുമക്കളാ പറയുന്നേ. മഹാമഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മക്കളാ പറയണേ. എങ്ങനെ നിരസിക്കാനാ? അഹ്ലു ബൈത്തിന്റെ വാക്കല്ലേ. ഇന്നും അങ്ങനെ തന്നെയാ സഹോദരങ്ങളെ. തങ്ങന്മാരുടെ വാക്ക്, തങ്ങന്മാരുടെ സയ്യിദന്മാരുടെ വാക്ക്, അതങ്ങനെ അഹ്ലു ബൈത്തിന്റെ വാക്ക്. എല്ലാരും പറഞ്ഞു, ബിലാൽ തങ്ങൾ നിരസിച്ചു. പക്ഷേ ഹസനും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ രണ്ട് മക്കളും അവിടെ നിന്ന് പറഞ്ഞപ്പോ ബിലാൽ തങ്ങൾക്ക് സഹിക്കാൻ, അവിടെ നിന്ന് നിരസിക്കാൻ കഴിഞ്ഞില്ല.